എന്താ എന്നെ വിളിക്കാത്തെ? എന്താ മെസ്സേജ് അയക്കാത്തെ? എന്താ പഴയ പോലെ മിണ്ടാത്തത്? എന്താ പറ്റിയേ? ഇത്രയും തിരക്കാണോ? ഒന്നും വിളിക്കടോ. ഇങ്ങനെയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളോട് പറയുന്ന ആൾക്കാരുണ്ടോ? അല്ലെങ്കിൽ ചോദിക്കുന്ന ആൾക്കാരുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നമുക്ക് തോന്നും അല്ലെ, നമ്മളാരും മനസ്സിലാക്കുന്നില്ല, നമ്മുടെ പഴയ സ്നേഹമില്ല, നമുക്ക് എന്താ പറയാ, നമുക്ക് നമ്മുടെ ഇഷ്ടമല്ല എന്നൊക്കെ തോന്നും അല്ലെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക്. അങ്ങനെ നമ്മൾ അവരോട് പറയുമ്പോൾ അവർ നമുക്ക് ഭയങ്കര കോൾഡ് ആയിട്ടുള്ള റിപ്ലൈ ആയിരിക്കും തരുന്നത്. ചിലപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഒരേ കാര്യം തന്നെ വീണ്ടും 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 ചോദിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതൊരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. പക്ഷെ അങ്ങനെ ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ ചോദിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു തോട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ആ കാര്യം പറയുന്നതുകൊണ്ട് ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ആ കാര്യം പറയുന്നതുകൊണ്ട് അവർക്കൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു അഷുറൻസ് കൊടുക്കും എന്നൊരു ഫീലായിരിക്കും. അവര് നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയുന്നത് നിങ്ങളെ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ്, നിങ്ങളെ ഒരുപാട് അവർ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ്. ഇത്രയും ആൾക്കാർക്കിടയിൽ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഇത്രയും ആൾക്കാർക്കിടയിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും അവരുടെ ലോകം. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചൂടാ? അപ്പൊ ജസ്റ്റ് ഒന്ന് അവരെ വിളിക്കുക. പോയി കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഒന്ന് പോയി കാണാം. ഒരു അരമണിക്കൂർ അവരുടെ കൂടെ ഇരിക്കുക. ബി ജെന്റിൽ വിത്ത് ദം, ബി കൈൻഡ് വിത്ത് ദം ആൻഡ് ജസ്റ്റ് ടെൽ ദം ഐ എം ദേർ ഫോർ യു. റീഅഷ്യൂർ ചെയ്യുക, യെസ് ഐ ലവ് യു, ഐ എം ദേർ വിത്ത് യു. അത് നിങ്ങളുടെ പാർട്ട്ണർ ആവാം, ഫ്രണ്ട് ആവാം, ഫാമിലി ആവാം, പേരൻസ് ആവാം, സിബ്ലിങ്സ് ആവാം, ആരും ആവാം. ജസ്റ്റ് ബി ജെന്റിൽ വിത്ത് ദം. നിങ്ങൾ കാരണം ഒരാൾ സന്തോഷിക്കട്ടെ, നിങ്ങൾ കാരണം ഒരാൾ പീസ്ഫുൾ ആയിട്ട് ഉറങ്ങട്ടെ. അവർക്ക് ചിലപ്പോൾ ഉറക്കം പോലും ഡിസ്റപ്റ്റഡ് ആയിരിക്കും, നിങ്ങളുടെ മെസ്സേജ് കാണാത്തത് കൊണ്ടോ നിങ്ങളുടെ ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ളൊരു കോൾഡ് ആയിട്ടുള്ള റിപ്ലൈ കൊണ്ടോ. അവർക്ക് സുഖമായിട്ട് ഉറങ്ങട്ടെ. നമ്മുടെ ഒരു വാക്ക് കൊണ്ട് അവർക്ക് സന്തോഷം കിട്ടുവാണെങ്കിൽ അവരൊന്ന് സന്തോഷിക്കട്ടെ. അല്ലാതെ അവരെ ശല്യമാണ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന പോലെ എത്ര തവണ ഇത് കാര്യം പറയണം, എത്ര തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതിന് പകരം അവർ ചോദിക്കുമ്പോഴൊക്കെ ഒന്ന് മറുപടി പറഞ്ഞാൽ പോരെ. അവരെ ഇഷ്ടമാണെന്നല്ല ചോദിക്കുന്നത്, അല്ലാതെ നമ്മുടെ സ്വത്തും കാര്യങ്ങളും എഴുതി കൊടുക്കാനൊന്നുമല്ലോ പറയുന്നത്. അപ്പോ ഇനി നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് റിയേഷൻസ് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ദൈവത്തെ ഓർത്ത് അവർക്ക് ആദ്യമേ തന്നെ കുറെ സ്നേഹം കൊണ്ട് വാരിക്കൂരി കൊടുത്തിട്ട് പെട്ടെന്ന് അവരുടെ ലൈഫിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാമല്ലോ, അതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. സോ ഡോണ്ട് ഗ്യാസ് ലൈറ്റ് ദം ആൻഡ് ഡോണ്ട് ഗോസ്റ്റ് ദം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സും തകർന്നു പോകും. സോ പറ്റുമെങ്കിൽ ഒന്ന് വിളിച്ച് സംസാരിക്കും. അവരും സന്തോഷമായിട്ടിരിക്കട്ടെ, നമുക്കും സന്തോഷം കിട്ടും. ഓക്കെ.